ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? യെസ് മാം, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ബിഹേവിയറൽ പെർസ്പെക്റ്റീവാണ്. ഇന്നലെ നമ്മൾ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് കുറേ നോക്കി. അതിലേതൊക്കെ ഉണ്ടായിരുന്നു? മെസ്മറിസം ആൻഡ് നാൻസി സ്കൂള്, സൈക്കോ അനാലിറ്റിക് വ്യൂ. ഈ മൂന്നെണ്ണമായിരുന്നു സൈക്കോളജിക്ക് വ്യൂ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് ബിഹേവിയറൽ പെർസ്പെക്റ്റീവ്. അക്കോർഡിംഗ് ടു ബിഹേവിയറിസം, ഓൺലി ദ ബിഹേവിയർ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ്. ഇവിടെ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിഹേവിയർ മാത്രം വെച്ചിട്ട് പഠിക്കുക. ഒരാളുടെ ബിഹേവിയറിനെ പറ്റി മാത്രം പഠിക്കുന്നതാണ് ബിഹേവിയറിസത്തിൽ പറയുന്നത്. ബിഹേവിയർ മാത്രമേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ബിഹേവിയറിസത്തിൽ പറയുന്നത്. ഒബ്സർവ് can be directly observed, measured, controlled, verified and predicted should be the subject matter of psychology. സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? ബിഹേവിയർ ആണ്. ബിഹേവിയറിനെ ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വെരിഫൈ ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ എന്നാണ് ബിഹേവിയറിസം പറയുന്നത്. അപ്പോൾ ഈ ബിഹേവിയറിസം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ദ സെൻട്രൽ തീം ഓഫ് ബിഹേവിയറിസം വാസ് ദാറ്റ് ഓൾ ബിഹേവിയർ ഇൻക്ലൂഡിംഗ് ദ അബ്നോർമൽ ബിഹേവിയർ ഈസ് ലേൺഡ്. ഇവിടെ ബിഹേവിയറിസത്തിൻ്റെ സെൻട്രൽ തീം എന്തായിരുന്നു? അബ്നോർമൽ ബിഹേവിയറും കൂടെ പഠിക്കുന്നതായിരുന്നു. അതായത് ബിഹേവിയർ, എല്ലാ ബിഹേവിയറിലും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നുണ്ട്. നോർമൽ ബിഹേവിയറും അതേപോലെ തന്നെ അബ്നോർമൽ ബിഹേവിയറും പഠിക്കുന്നുണ്ട്. നോർമൽ ബിഹേവിയർ എന്താ? ഒരു കുഴപ്പമില്ല, സാധാരണ രീതിക്ക് നടക്കുന്നതാണ് നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താ? കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതാണ് അബ്നോർമൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ബിഹേവിയറിസത്തിലെ സെൻട്രൽ തീമാണ്. ദ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ഓൺ അബ്നോർമൽ ബിഹേവിയർ വാസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ഈ ബിഹേവിയറൽ പെർസ്പെക്റ്റീവിൽ അബ്നോർമൽ ബിഹേവിയറിസം പഠിക്കുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെയായിരുന്നു. വാസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്ന് പറഞ്ഞു തരാം. ഇത്രയും ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? നമ്മൾ ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഇതിൽ ബിഹേവിയറിസം ആണ്. ബിഹേവിയറിനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. ബിഹേവിയറിനെ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാം, കൺട്രോൾ ചെയ്യാം, വെരിഫൈ ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ബിഹേവിയറിസം പറയുന്നത്. ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ സ്വഭാവം. ആ സ്വഭാവത്തെ ഒബ്സർവ് ചെയ്യാം, മെഷർ ചെയ്യാം, കൺട്രോൾ ചെയ്യാം, വെരിഫൈ ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാം. ഇതൊക്കെ ബിഹേവിയറിസം സമ്മതിച്ചു. ഓക്കെ, ഇതാണ് സെൻട്രൽ തീം ബിഹേവിയറിസത്തിൻ്റെ. അതിലെല്ലാ ബിഹേവിയറും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് അബ്നോർമൽ ബിഹേവിയർ. അബ്നോർമൽ ബിഹേവിയറിനെ കുറിച്ചും ബിഹേവിയറിസത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങൾ? യെസ് മാം, ഓക്കെ ആണ്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് എ ന്യൂ ബിഹേവിയർ ഈസ് ലേൺഡ് ത്രൂ പെയറിംഗ് ഓഫ് എ ന്യൂട്രൽ സ്റ്റിമുലസ് വിത്ത് എ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. പുതിയൊരു ബിഹേവിയറിനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. 1 സെക്കൻഡ്, ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലൂടെ ഒരു പുതിയൊരു ബിഹേവിയറിനെ ലേൺ ചെയ്തെടുക്കാം എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ വർക്ക് ഓഫ് ഇവാൻ പി പൗലോ, എ റഷ്യൻ സൈക്കോളജിസ്റ്റ് ഹു ഡിസ്കവേർഡ് ദ കണ്ടീഷൻഡ് റിഫ്ലെക്സ്. ഇത് കണ്ടെത്തിയത് ആരാണ്? ഇവാൻ പൗലോ ആണ്. ഇവാൻ പി പൗലോ, അദ്ദേഹമായിരുന്നു ഈ ഒരു പ്രോസസ്സ് കണ്ടെത്തിയത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പുതിയ ബിഹേവിയർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഒരു ന്യൂട്രൽ സ്റ്റിമുലസും എ ന്യൂട്രൽ സ്റ്റിമുലസും ആൻഡ് എൻ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും. ഈ രണ്ട് സ്റ്റിമുലസും കൂടിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം. ഇവാൻ പി പൗലോ ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹമായിരുന്നു ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് കണ്ടെത്തിയത്. While working with dogs in his lab, he serendipitously discovered that the dogs began to salivate to the sound of bell after it had been regularly paired with the food. അതായത് അദ്ദേഹം എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ലാബിൽ ഡോഗുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലാബിൽ ഡോഗായിരുന്നു എക്സ്പെരിമെൻറ്റ്. സെറൻഡിപ്പിഷ്യസ്ലി ഡിസ്കവേർഡ് ദാറ്റ് ദ ഡോഗ്സ് ബിഗാൻ ടു സലൈവേറ്റ്. പെട്ടെന്ന്, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അയാൾ കണ്ടെത്തുകയാണ്, ഡോഗ്സ് ബിഗാൻ ടു സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ടു ദ സൗണ്ട് ഓഫ് ബെൽ ആഫ്റ്റർ ഇറ്റ് ഹാഡ് ബീൻ റെഗുലർലി പെയർഡ് വിത്ത് ദ ഫുഡ്. അതായത് ഫുഡ് കൊടുക്കുമ്പോൾ ബെല്ലൊപ്പം കൊടുത്തു, ബെല്ലൊപ്പം മണി അടിച്ചു.
അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാലും ഫുഡ് സലൈവേറ്റ് അല്ല ഡോഗ് സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നോക്കണേ, പിക്ചർ കാണുന്നില്ലേ? യെസ് മാം കാണുന്നുണ്ട്. കണ്ടോ? ബിഫോർ കണ്ടീഷനിങ് നോക്കണം. അതായത് കണ്ടീഷനിങ് കൊടുക്കുന്നതിന് മുന്നേ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ കണ്ടീഷനിങ് കൊടുക്കുന്നതിന് മുൻപേ സാധാഗതിയിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡാണ്. ഇവിടെ ഫുഡാണ് എന്ത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈ ഫുഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നു. അതാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഫുഡും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ്? സലൈവേറ്റ് ചെയ്യുന്നതുമാണ്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നായ സലൈവേറ്റ് ചെയ്യും, അതായത് വായയിൽ നിന്ന് വെള്ളം വരും, സലൈവേറ്റ് ചെയ്യും. ഇനി ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് കൊണ്ടുവന്നു. ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്? ബെല്ലാണ് ന്യൂട്രൽ സ്റ്റിമുലസ്. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് കൊണ്ടുവന്നപ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. വെറുതെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നായ സലൈവേറ്റ് ചെയ്യുമോ? ഇല്ല. ഇത് ബിഫോർ കണ്ടീഷനിങ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ബിഫോർ കണ്ടീഷനിങ് കൊടുക്കുന്നതിന് മുൻപ്. ഓക്കെ, മനസ്സിലായില്ലേ? ബിഫോർ കണ്ടീഷനിങ് ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി ഡ്യൂറിങ് കണ്ടീഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, ട്രെയിനിങ് കൊടുക്കുകയാണ് കേട്ടോ നായ്ക്ക്. ഡ്യൂറിങ് കണ്ടീഷനിങ്. അപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ട്, അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഫുഡ് പ്ലസ് ബെല്ലെന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ബെല്ലെന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടി, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അതേപോലെ തന്നെ ന്യൂട്രൽ സ്റ്റിമുലസും രണ്ടും കൂടെ കൂട്ടി. അപ്പം നായ എന്ത് ചെയ്തു? അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് വന്നു, സലൈവേറ്റ് ചെയ്തു. കാരണം അവിടെ ഫുഡ് ഉണ്ട്. അപ്പം ഡെയിലി ഇങ്ങനെ ഫുഡിൻ്റെ ഒപ്പം ബെല്ലടിച്ചുകൊണ്ടിരിക്കുക. ഫുഡ് വെക്കണോ ഒപ്പം ബെല്ലടിക്കണോ, നായ സലൈവേറ്റ് ചെയ്യും. കാരണം ഫുഡ് ഉണ്ടല്ലോ. ഇത് ഒരാഴ്ചത്തോളം ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും? പിന്നെ ഫുഡ് ഇല്ലെങ്കിലും ബെല്ലിൻ്റെ സൗണ്ട് മാത്രം കേട്ട് കഴിഞ്ഞപ്പോൾ നായ സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് ആഫ്റ്റർ കണ്ടീഷനിങ്. അപ്പോൾ കണ്ടീഷനിങ് ടൈമിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഫുഡും ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും കൂടെ കൂട്ടിക്കൊടുത്തു. ഫുഡ് വെക്കുന്നു ഒപ്പം ബെല്ലടിക്കുന്നു. അപ്പോൾ നായ വേഗം ഓടി വന്ന് ഫുഡ് വെച്ചു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നായ്ക്ക് മനസ്സിലായി എന്ത്? ബെല്ലടിക്കുന്നത് ഫുഡ് വെക്കാനാണ്. അപ്പോൾ ബെല്ല് മാത്രം അടിച്ചാലും നായ സലൈവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് ബിഫോർ കണ്ടീഷനിങ്ങും ഡ്യൂറിങ് കണ്ടീഷനിങ്ങും ആഫ്റ്റർ കണ്ടീഷനിങ്ങും. ഓക്കെ ആണോ ഈ പിക്ചർ? വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഇല്ല. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ബിഹേവിയർ ഉണ്ടാക്കിയെടുത്തു. ബെല്ലടിച്ച് കഴിഞ്ഞാൽ നായ സലൈവേറ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു ബിഹേവിയർ അവിടെ നായനെ കൊണ്ട് ലേൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറഞ്ഞത്. ഇൻ അതർ വേർഡ്സ്, ഡോഗ്സ് വെർ കണ്ടീഷൻ ടു സലൈവേറ്റ് ടു എ നോൺ ഫുഡ് സ്റ്റിമുലസ്. ഇവിടെ നോൺ ഫുഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബെല്ലാണ്. അപ്പോൾ നായനെ അതിനോട് കണ്ടീഷൻ ചെയ്യിപ്പിച്ചു. നോൺ ഫുഡ് സ്റ്റിമുലസിനോട് സലൈവേറ്റ് ചെയ്യാനായിട്ട് കണ്ടീഷൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഫുഡ് വേണമെന്നില്ല, ബെല്ലടിച്ച് കഴിഞ്ഞാൽ നായ സലൈവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതല്ല. ഇൻ USA, ജോൺ ബി വാട്സൺ വാസ് സെർച്ചിങ് എ സയൻറ്റിഫിക് വേ ടു സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ആ ടൈമിലായിരുന്നു ജോൺ വാട്സൺ എന്ത് ചെയ്തു? USA ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കാനുള്ള ഒരു സെർച്ചിങ്ങിലായിരുന്നു. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻസ്പയർഡ് ഹിം ടു സ്റ്റഡി ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദസ് കെയിം ഹിസ് ഫേമസ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി വിത്ത് ലിറ്റിൽ ആൽബർട്ട്. അപ്പോൾ അദ്ദേഹം സയൻറ്റിഫിക് റിസർച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ പഠിക്കാം എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഇവാൻ പൗലോൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ പറ്റി കേട്ടത്. അപ്പോൾ അതിൽ ഇൻസ്പയർഡായി അദ്ദേഹം എന്ത് ചെയ്തു? ഹ്യൂമൻസിലും ഈ ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. and to study its effect on human behavior and thus came his famous experimental study with little Albert. അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ് ലിറ്റിൽ ആൽബർട്ട് എന്നിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ്. ലിറ്റിൽ ആൽബർട്ട് നമുക്ക് ആദ്യം അതേപോലെ ഈ പിക്ചർ നോക്കാം. പിക്ചറിൽ നോക്കണേ, കാണുന്നില്ലേ? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ടു കണ്ടീഷൻ ആൻ ഇമോഷണൽ റെസ്പോൺസ്. ഇപ്പോൾ ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്തു? ബെല്ലടിച്ചപ്പോൾ നായ സലൈവേറ്റ് ചെയ്തു. സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു റെസ്പോൺസ്, നായ്ക്ക് ഒരു ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടെത്തി.
ഇനി എന്ത് ചെയ്യാണ്, ഒരു 9 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ എടുത്തു. ആൽബർട്ട് എന്നാണ് പേര് അതിന് കൊടുത്തത്. എക്സ്പോസ്ഡ് ടു സ്റ്റിമുലൈ ആൻഡ് ഒബ്സർവ്ഡ്. ഒരുപാട് സ്റ്റിമുലൈസ് ഇങ്ങനെ കൊണ്ടുവച്ചു. കണ്ട, ഒരുപാട് സാധനങ്ങൾ അടുത്ത് വെച്ച് കൊടുത്തു. അതായത് റാറ്റ്, പിന്നെ റാബിറ്റ്, പിന്നെ ഒരു കുരങ്ങൻ്റെ പാവ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് റാറ്റ് അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, കണ്ട, ഇവിടെ വലിയൊരു സൗണ്ട് ഉണ്ടാക്കി. വൈറ്റ് റാറ്റ് പെയർഡ് വിത്ത് ലൗഡ് നോയ്സ്. ഈ എലീനെ ലൗഡ് നോയ്സുമായിട്ട് പെയർ ചെയ്തു. അതായത് എലി അടുത്ത് വരുന്ന സമയത്ത് വലിയൊരു സൗണ്ട് ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു, കുട്ടിക്ക് അത് കേട്ടപ്പോൾ പേടിയായി. പിന്നീട് അങ്ങോട്ട് കുട്ടി എലീനെ, വൈറ്റ് റാറ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിയാവും കുട്ടിക്ക്. അപ്പോൾ ആൽബർട്ടിന് അവിടെ കണ്ടീഷൻ ചെയ്തെടുത്തു. കണ്ട, ലാസ്റ്റ് പിക്ചറിൽ കൊടുത്തേക്കണം കേട്ടോ. ആൽബർട്ട് കണ്ടീഷൻ ടു ഫിയർ വൈറ്റ് റാറ്റ്. വെള്ള എലീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പേടിയായി. ആ ഒരു ബിഹേവിയർ അവിടെ ലേൺ ചെയ്തെടുത്തു. അപ്പോൾ ഹ്യൂമൻസിലും ഇതേപോലെ ലേൺ ചെയ്യാനായിട്ട് പറ്റും. ചെറുപ്പം കുട്ടിയോട്, 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയോട് ചെയ്ത ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കുട്ടീനെ കണ്ടീഷൻ ചെയ്തെടുത്തു. വൈറ്റ് റാറ്റിനെ പേടിക്കുന്ന ഒരു ബിഹേവിയറിനെ അവിടെ കണ്ടീഷൻ ചെയ്തെടുത്തു. ഇതാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ഓക്കെ ആണിത്? ഓക്കെ മാം. Applying these principles of classical conditioning, Watson showed that people can be conditioned to fear even the fear-neutral objects, that is phobias, are learned. അപ്പോൾ ഫോബിയാസ് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ട് ഫിയർ ഉണ്ടാക്കിയെടുത്തു ആ കുട്ടിക്ക്. അപ്പോൾ ജനങ്ങൾക്ക് ഫിയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കാം. ഫോബിയാസ് ആർ ലേൺഡ് ആണെന്ന് പറഞ്ഞു. ഫോബിയാസ് എന്ന് പറയുന്നത് പേടിയാണ്. നമ്മൾ ഡിസോർഡേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ഫോബിയ പറയും. ഫോബിയ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോടുള്ള പേടി. ഇപ്പം നമുക്ക് ഏതെങ്കിലും പബ്ലിക് പ്ലേസിനെ പേടിയാണെങ്കിൽ അഗോരാഫോബിയ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെട്ടിട്ടുള്ള ഇരുട്ട് മുറികളൊക്കെ പേടി, ക്ലോസ് ചെയ്തിട്ടുള്ള റൂമുകളൊക്കെ പേടിയാണെങ്കിൽ അതിനെ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയും. പിന്നെ ബ്ലഡ് കാണുമ്പോൾ പേടി വരുന്നതിനെ ഹീമോഫോബിയ എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ കുറച്ച് ഫോബിയാസ് ഉണ്ട്. അതായത് പേടിയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ പറയുന്നതാണ് ഫോബിയ എന്നുള്ളത്. സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ നിൽക്കാനുള്ള പേടിയാണ്. ആൾക്കാർ കൂടുന്നോർത്ത് ചിലർക്ക് നിൽക്കാനുള്ള പേടി ഉണ്ടായിരിക്കും. അതാണ് സോഷ്യൽ ഫോബിയ. അപ്പോൾ ഇത്തരം ഫോബിയാസ് ഒക്കെ ലേൺഡ് ആണ്. ചെറിയ കുട്ടി, ഇപ്പോൾ ചെറുപ്പം കുട്ടികളോട് നമ്മൾ പറയാണ് അവിടേക്ക് പോകണ്ടാട്ടോ, അവിടെ പ്രേതം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, കുട്ടികൾ അങ്ങോട്ട് പോവോ? ഇല്ല. അപ്പോൾ ഫോബിയാസ് എന്ന് പറയുന്നത് ലേൺഡ് ആണ് എന്ന് അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു. പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്തെടുക്കാം. ഫോബിയാസും അതേപോലെ ലേൺഡ് ആണ്. ഇൻ സബ്സീക്വൻറ്റ് സ്റ്റഡീസ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഹി ഓൾസോ ഷോഡ് ദാറ്റ് ബൈ അപ്ലൈയിങ് ദ സെയിം പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഫോബിയാസ് ക്യാൻ ബി അൺലേൺഡ് ഓൾസോ. അപ്പോൾ ഫോബിയാസ് ലേൺഡ് ആണ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് വെച്ചിട്ട് ഇതിനെ അൺലേൺ ചെയ്യിപ്പിക്കാനും പറ്റും. ഫോബിയാസിനെ അൺലേൺ ചെയ്യിപ്പിക്കാനും പറ്റും. ഇതേ എക്സ്പെരിമെൻറ്റ് തന്നെ നടത്താം. അപ്പോൾ എലീനെ അടുത്തേക്ക് ഇട്ടപ്പോൾ ഒച്ചയുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ കുട്ടീനെ ഫിയർ കണ്ടീഷൻ ചെയ്തു. അതേപോലെ തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വെച്ചിട്ട് എലീനെ വെച്ചിട്ട് നല്ല സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിയില്ലാത്ത എന്തെങ്കിലും രൂപത്തിൽ മാറ്റാനായിട്ട് പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഫോബിയാസിൽ ലേൺ ചെയ്യിപ്പിക്കാനും പറ്റും. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് അൺലേൺ ചെയ്യിപ്പിക്കാനും പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്രയൊക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഓക്കെ ആണ്. Watson experimental studies came as a major blow to psychoanalytic explanations of abnormal behavior. വാട്സന്റെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എന്ത് വന്നു? സൈക്കോ അനാലിറ്റിക്കിനെ ബ്ലോ ചെയ്തു. വലിയൊരു എക്സ്പ്ലനേഷൻ ഓഫ്, അതായത് സൈക്കോ അനാലിറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് അബ്നോർമൽ ബിഹേവിയർ ഇതിനെ ബ്ലോ ചെയ്തു. കാരണം ഇത് വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു ഇത്. വാട്സൺ നെയിംഡ് ദിസ് അപ്രോച്ച് ആസ് ബിഹേവിയറിസം വിച്ച് ബിക്കെയിം ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഫസ്റ്റ് ഇൻ അമേരിക്കൻ സൈക്കോളജി ഇൻ 1930s ആൻഡ് റിമെയിൻസ് സോ സ്റ്റിൽ ടുഡേ അക്രോസ് ദ ഗ്ലോബ്. ഇതിനെ ബിഹേവിയറിസം എന്നാണ് വാട്സൺ പറഞ്ഞത്. അപ്പോൾ വാട്സൺ ആണ് ബിഹേവിയറിസത്തെ കൊണ്ടുവന്നത്. ബിഹേവിയറിസം എന്നുള്ള ടേം കൊണ്ടുവന്നത് വാട്സൺ ആണ്. ഇത് ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു അമേരിക്കൻ സൈക്കോളജിയിലെ 1930s. ഇതിപ്പോഴും നമ്മുടെ ഗ്ലോബ് മുഴുക്കെ ഈ ഒരു ബിഹേവിയറിസമാണ് നടക്കുന്നത്. നമ്മുടെ സൈക്കോളജി ഏതിൻ്റെ കീഴിലാണ്? സ്കൂൾ ഓഫ് ബിഹേവിയറിസത്തിൻ്റെ കീഴിലാണ്. ബിഹേവിയറൽ സ്റ്റഡിയാണ് സൈക്കോളജി. അപ്പോൾ ബിഹേവിയറിസമാണ് കൂടുതലായിട്ട് സൈക്കോളജിക്ക് നമ്മൾ പറയുന്നത്. അണ്ടർ ബിഹേവിയറിസമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടീഷനിങ് ആയിരുന്നു ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓക്കെ അല്ലേ മോളെ? യെസ് മാം, ഓക്കെ ആണ്.
ഇനി അടുത്തതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്. Another important contributor in behaviorism was B.F. Skinner's operant conditioning. B.F. Skinner's operant conditioning ആണ് അടുത്തത് ബിഹേവിയറിസത്തിൽ കൊണ്ടുവന്നത്. സ്കിന്നർ observed that behavior operates on the environment to produce certain outcomes and those outcomes determine the likelihood of the repetition of what behavior in similar condition. Simply put, outcomes reinforce the behavior. ഒരു ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്തെടുക്കാം. അതാണ് സ്കിന്നർ ഇവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ കൊണ്ടുവന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് തരണേ വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ എൻവയറമെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ കുട്ടികൾ നല്ല പരീക്ഷ മാർക്കിൽ വാങ്ങിച്ചു, നമ്മളതിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. നീ ക്ലാസ്സിൽ നിന്ന് ഫസ്റ്റായി, അപ്പം നിനക്കിത് മിഠായി 2 മിഠായി ഇടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുക. അത് നമ്മളെ ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യും. എന്തെങ്കിലും ഒരു ഔട്ട്കം കിട്ടണമെങ്കിൽ അതിനെ റീഇൻഫോഴ്സ് ചെയ്യണം. അപ്പോൾ ബിഹേവിയറും ഓട്ടോമാറ്റിക്കായിട്ട് റീഇൻഫോഴ്സ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ, ഇഫ് എ pigeon gets food pellets on pressing the lever, that will increase their lever pressing behavior. Skinner called it operant conditioning. ഒരു എക്സാമ്പിൾ പറഞ്ഞത്, pigeon-നെ പ്രാവിന് ഫുഡ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാണ്, ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് കിട്ടും, പെല്ലറ്റ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും, ലിവർ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും, എന്നാലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രസ്സിങ് ബിഹേവിയർ അവിടെ കൂടുതലായി. ആ ബിഹേവിയറിനെ അവിടെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന പോലെ. ഇതിനെ സ്കിന്നർ വിളിച്ചത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നാണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് അതായത് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്യുന്ന ബിഹേവിയർ കൂട്ടാനായിട്ട് അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസ്സിങ് ബിഹേവിയർ കൂടുകയും ചെയ്യും, പ്രാവിന് അതിന് പകരമായിട്ട് ഫുഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ സ്കിന്നർ ഇതിനെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് വിളിച്ചു. ഓക്കെ ആണോ ഇവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ്? ഓക്കെയാണ്. He further suggested that an organism behavior can be shaped through reinforcement in the form of praise, gifts, prizes, etc. കണ്ട, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി. റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ ഒരു ഓർഗാനിസത്തിൻ്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എന്ത് രൂപത്തിൽ കൊടുക്കണം, എന്തെങ്കിലും അനുമോദനങ്ങൾ, ഗിഫ്റ്റുകൾ, പ്രൈസുകൾ ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. Thus, by withdrawing a positive reinforcement, a maladaptive behavior can be extinguished. അങ്ങനെ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള ബിഹേവിയറിനെ നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും, അതിനെ ഇല്ലാതാക്കാം. അപ്പോൾ തീരെ പഠിക്കാത്തൊരു കുട്ടിയാണ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാം. അപ്പോൾ നാളെ ചിലപ്പോൾ 2 വാക്ക് ശരിയാക്കും. അപ്പോൾ അതിന് വേറൊരു തരത്തിൽ റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ 4 വാക്കുകൾ ശരിയാക്കും. അപ്പോൾ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാനും ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതായിരുന്നു B.F. സ്കിന്നറിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്. Behavioral perspectives challenge to the supremacy of psychoanalysis by shifting the focus from nature to nurture. അപ്പോൾ സൈക്കോ അനാലിസിസിനെ മാറ്റി ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്, ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. നേച്ചറിൽ നിന്ന് നർച്ചറിലോട്ട് ഫോക്കസ് ചെയ്തു. നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ ജന്മനായുള്ള കാര്യങ്ങളാണ്. അതിൽ നിന്ന് നർച്ചറിലോട്ട് ഫോക്കസ് ചെയ്തു. അതായത് നർച്ചർ എന്ന് പറയുന്നത് എൻവയറമെൻറ്റ്. ഇവിടെ റീഇൻഫോഴ്സ്മെൻറ്റ് എൻവയറമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ. കുട്ടി പഠിച്ച് പാസ്സായിച്ചെങ്കിൽ ചുറ്റുള്ള പാരൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ടീച്ചേഴ്സാണ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നേച്ചർ ടു നർച്ചർ ആസ് ദ മെയിൻ കോസ് ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിഹേവിയർ എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് ആസ് ദ സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി. അപ്പോൾ ബിഹേവിയറിസത്തെ സൈക്കോളജിയിലെ സെക്കൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു. കാരണം സൈക്കോ അനാലിസിസിനെ അവിടെ മാറ്റി ബിഹേവിയറിസം കൂടുതൽ കൊണ്ടുവന്നു, നേച്ചറിൽ നിന്ന് നർച്ചറിലോട്ട് ഫോക്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു, ആസ് ദ സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? യെസ് മാം, ഓക്കെ ആണ്. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം നമ്മൾ ബിഹേവിയറസ് ആണ് കേട്ടോ, ഓരോ പെർസ്പെക്റ്റീവാണ് നോക്കുന്നത്. സൈക്കോളജിയിലെ ഓരോ പെർസ്പെക്റ്റീവ്, അതായത് എങ്ങനെയാണ് ഒരു ഡിസോർഡർ വരുന്നത്. ഇവിടെ ഫോബിയ എന്നുള്ള ഒരു ഡിസോർഡറിനെ ലേൺ ചെയ്യിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ബിഹേവിയറൽ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു ഡിസോർഡർ വരുന്നത്. ഇവിടെ ലാസ്റ്റ് പറഞ്ഞു ഒരു ഡിസോർഡർ, ഫോബിയ എന്ന് പറയുന്ന ഒരു ഡിസോർഡറാണ്. അപ്പോൾ അതിനെ ലേൺ ചെയ്യിപ്പിക്കാനും പറ്റും, അതേ ക്ലാസിക്കൽ കണ്ടീഷനിങ് വെച്ച് അതിനെ അൺലേൺ ചെയ്യിപ്പിക്കാനും പറ്റും. ആദ്യത്തെ പറഞ്ഞതാണ് ഇവാൻ പൗലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ ഒരു
പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ തന്നെ ജെയിംസ് വാട്സന്റെ എന്തായിരുന്നു ജോൺ ബി വാട്സന്റെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. ഇത് ഹ്യൂമൻസിലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് അപ്ലൈ ചെയ്ത് നോക്കിയതാണ് അദ്ദേഹം ലിറ്റിൽ ആൽബർട്ട് എന്ന എക്സ്പെരിമെന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെന്റിലൂടെ ഒരു ബിഹേവിയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കാം. ഇത് സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആയിരുന്നു ബിഹേവിയറിസം വന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. According to humanistic psychologists, human behavior is too complex to be investigated by the simplistic empirical research. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റിന് അനുസരിച്ച് അവർ പറയുന്നത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയർ ഭയങ്കര കോംപ്ലക്സ് ആണ്, ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ സിംപ്ലിസ്റ്റിക് എംപിരിക്കൽ റിസർച്ച്. സിമ്പിൾ ആയിട്ടുള്ള എംപിരിക്കൽ റിസർച്ച് വെച്ചിട്ട് ഹ്യൂമൻ ബിഹേവിയറിനെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദേ ട്രൈഡ് ടു റീസ്റ്റോർ ടു സൈക്കോളജി ഡിസ്റ്റിങ്ക്ട്ലി ഹ്യൂമൻ ആസ്പെക്ട്സ് such as people's innate capacity for creativity and goodness and self-concept. അവരെന്തിനു ട്രൈ ചെയ്തു? സൈക്കോളജീനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാണ്. ഡിസ്റ്റിങ്ക്ട്ലി ഹ്യൂമൻ ആസ്പെക്ട്, പ്രത്യേകിച്ചും ഹ്യൂമൻ ആസ്പെക്ട്സ് സച്ച് ആസ് പീപ്പിൾസ് ഇന്നേറ്റ് കപ്പാസിറ്റി ഫോർ ക്രിയേറ്റിവിറ്റി, ഗുഡ്നെസ് ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്. ഇതൊക്കെ വെച്ചിട്ട്, അതായത് ഇന്നേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തൊട്ടുള്ള ഒരു എബിലിറ്റിയാണ് ഇന്നേറ്റ് കപ്പാസിറ്റി. അത് ക്രിയേറ്റിവിറ്റി, ഗുഡ്നെസ്, സെൽഫ് കോൺസെപ്റ്റ് ഇതിൻ്റെ പേരിലൊക്കെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് നോക്കണം. അവിടെ കുറച്ച് ഹ്യൂമാനിറ്റി ബേസ്ഡ് ആണ്. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി took a positive view of human beings and emphasized on the role of free will, meaning, creativity, values, love, hope, personal growth and self-fulfillment. ഇതൊക്കെയായിരുന്നു അവർ ഫോക്കസ് ചെയ്തത്. കാരണം ഹ്യൂമാനിറ്റിക് ആണല്ലോ. കുറച്ചും കൂടി തിയറീനൊക്കെ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ട്, തിയറി ഇല്ല എന്നല്ല, എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്തത്? ദ റോൾ ഓഫ് ഫ്രീ വിൽ, മീനിങ്, ക്രിയേറ്റിവിറ്റി, വാല്യൂസ്, ലവ്, ഹോപ്പ്, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് സെൽഫ് fulfillment. According to a famous humanist, Carl Rogers, human beings have a free will, that is an innate capacity to choose what is good for them through a valuing process. സ്വന്തമായിട്ട് അവർക്കൊരു കഴിവുണ്ട്, അവർക്കൊരു ഇന്നേറ്റ് കപ്പാസിറ്റി ഉണ്ട്. എനിക്ക് നല്ലത് എന്താണ് അതെനിക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് കപ്പാസിറ്റി എനിക്കുണ്ട്. അതിനെയാണ് ഫ്രീ വിൽ എന്ന് അദ്ദേഹം പറഞ്ഞത്. വിച്ച് ഗൈഡ്സ് അവർ ബിഹേവിയർ ആൻഡ് ഹെൽപ്പ് us to achieve a meaningful and fulfilling life. അപ്പോൾ ആ ഒരു കഴിവ് എനിക്കുള്ളതുകൊണ്ടാണ് എൻ്റെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്. അതിനനുസരിച്ചായിരിക്കും എൻ്റെ ബിഹേവിയർ. ആൻഡ് അതെന്നെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടു അച്ചീവ് എ മീനിങ്ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ്. അതാണ് കാൾ റോഗർ പറഞ്ഞത്. കാൾ റോഗർ ഒരു ഫേമസ് ഹ്യൂമാനിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു ഒരു ഫ്രീ വില്ലുണ്ട്, എല്ലാ ഹ്യൂമൻസിനും ഒരു ഫ്രീ വില്ലുണ്ട്. അതായത് ഇപ്പോൾ കാവ്യയ്ക്ക് ഒരു ഫ്രീ വില്ലുണ്ട്. എന്താണ്? അതായത് ജന്മനാളുള്ള ഒരു കപ്പാസിറ്റിയാണ്. കാവ്യയ്ക്ക് എന്താണ് നല്ലത് എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അത് കാവ്യയുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നു. ആൻഡ് മീനിങ് ഫുൾ ആൻഡ് ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് കാവ്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് കാൾ റോഗേഴ്സ് എന്ന ഹ്യൂമാനിസ്റ്റ് പറഞ്ഞത്. വി ക്യാൻ അച്ചീവ് സെൽഫ് ആക്ച്വലൈസേഷൻ ബൈ ഡെവലപ്പിംഗ് അവർ ഫുൾ പൊട്ടൻഷ്യൽ. അങ്ങനെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ടോപ്പാണ്. അതായത് മാഷ്ലോൻ്റെ ഹൈറാർക്കി നീഡ് ഓർമ്മയുണ്ടോ? ഒരു പിരമിഡ് പോലത്തെ സംഭവം. മാഷ്ലോൻ്റെ ഹൈറാർക്കി നീഡ് ഓർമ്മയുണ്ടോ? പേഴ്സണാലിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. കേട്ടിട്ടില്ല? ഓർമ്മ കിട്ടുന്നില്ലല്ലോ മാം. നോക്കാം, ഞാൻ പറഞ്ഞുതരാം. അതായത് മാഷ്ലോന്റെ ഒരു ഹൈറാർക്കി നീഡ് ഉണ്ട്. അതിലെ ഏറ്റവും താഴെ നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് ആണ്. ഒരു പിരമിഡാണ്. ഏറ്റവും താഴെ വരുന്നത് ബയോളജിക്കൽ നീഡ്സ്. അതായത് നമ്മുടെ ഷെൽട്ടർ, ഫുഡ്, വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബേസിക് നീഡ്സുകളാണ് ഏറ്റവും താഴെ വരുന്നത്. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലെവലിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ തേർഡ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് ഈ രണ്ടിലും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ തേർഡ് ലെവലിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം, നമുക്ക് ലവ്, ബിലോങ്ങിങ്സ്, കെയർ ഒക്കെ വേണം. ആൻഡ് ഫോർത്തിൽ സെൽഫ് എസ്റ്റീം. ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും ടോപ്പിൽ വരികയാണ്. നമ്മുടെ എല്ലാ നീഡ്സും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് വീടിന് വീട്, ഫുഡിന് ഫുഡ്, വാട്ടറിന് വാട്ടർ,
പിന്നെ ജോലിയൊക്കെ കിട്ടി സെറ്റായി കല്യാണം കഴിച്ചു റിലേഷൻഷിപ്പ് മാരേജ് കുട്ടികൾ ഫുൾ സെറ്റിലായി അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തുന്നതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുക. അപ്പം നമുക്കൊരു ഫുൾ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് കാൾ റോഗർ പറഞ്ഞത്. Denial of our own experiences, feelings and values will hamper our personal growth and mental well-being and lead to psychopathology. ഇനി നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഡെനി ചെയ്യാണ്, നമ്മുടെ ഫീലിങ്സും വാല്യൂസൊക്കെ നമ്മൾ ഡെനി ചെയ്യാണ്, വേണ്ടെന്ന് വെക്കുകയാണ്. വിൽ ഹാമ്പർ അവർ പേഴ്സണൽ ഗ്രോത്ത്, അത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യും, ബാധിക്കും, ചിലപ്പോൾ പേഴ്സണൽ ഗ്രോത്തിനെ നശിപ്പിക്കും. ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആൻഡ് ലീഡ് ടു സൈക്കോപാത്തോളജി. അങ്ങനെ ഒരു ഹാമ്പർ ചെയ്യുന്ന അവസ്ഥയിൽ നിന്നാണ് നമ്മളൊരു സൈക്കോപാത്തോളജിയിലേക്ക് പോകുന്നത്, അതായത് ഒരു മെൻ്റൽ ഡിസോർഡറിലോട്ട് പോകുന്നത്. The humanistic viewpoint gained momentum in 1960s by questioning the dominant forces of psychoanalysis, and behaviorism grew so rapidly that it was hailed as the third force in psychology. അങ്ങനെ ഹ്യൂമാനിസ്റ്റിക് എന്തായിട്ട് വന്നു? തേർഡ് ഫോഴ്സ് ആയിട്ട് വന്നു. അത് സൈക്കോ അനാലിസിസിനെ ക്വസ്റ്റ്യൻ ചെയ്തു, ബിഹേവിയറിസത്തെയും ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടിനെയും ക്വസ്റ്റ്യൻ ചെയ്തു. കാരണം ഇതിൽ ലവ്, ഹോപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, വാല്യൂസ്, ക്രിയേറ്റിവിറ്റി ഇതിനെ പറ്റിയിട്ടൊന്നും സൈക്കോ അനാലിസിസിലും പറയുന്നില്ല, ബിഹേവിയറിസത്തിലും പറയുന്നില്ല. അപ്പോൾ ഇത് രണ്ടിനെയും ഹ്യൂമാനിസ്റ്റിക് വ്യൂ പോയിന്റ് ചോദ്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതെന്തായി? സൈക്കോളജിയിലെ തേർഡ് ഫോഴ്സായി. ഇതാണ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. These three forces of psychology have been integrated into a comprehensive and holistic view to understand abnormal behavior, its causes and treatments. അപ്പോൾ സൈക്കോപാത്തോളജിയിലെ അബ്നോർമൽ ബിഹേവിയറിനെ പറ്റി കൂടുതൽ പഠിക്കാനും അതിൻ്റെ കാരണങ്ങളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ പറ്റി പഠിക്കാനും ഈ 3 പെർസ്പെക്റ്റീവും സഹായിച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു 3 പെർസ്പെക്റ്റീവാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അസുഖം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നമുക്ക് കുറച്ച് ഇന്നേറ്റ് കപ്പാസിറ്റി ഉണ്ട്, അത് വെച്ചിട്ട് നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യും, ഒരു ലൈഫ് സാറ്റിസ്ഫൈഡ് ആവാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യും, നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ടോപ്പിലെത്തും, ലെവലിലെത്തും. അത് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ഒരു ലെവലിലെത്തുള്ളൂ. ഇനി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസും ഫീലിങ്സും വാല്യൂസൊക്കെ എങ്ങനെയെങ്കിലും ഡെനി ചെയ്യാണ്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരികയാണ്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെയും മെൻ്റൽ വെൽബീയിങ്ങിനൊക്കെ അത് ഹാമ്പർ ചെയ്യും. അതെന്തിലോട്ട് പോവും? ഒരു മെൻ്റൽ ഡിസോർഡറിലോട്ട് പോവും, അതായത് അതൊരു സൈക്കോപാത്തോളജിയിലോട്ട് പോവും. ഇതാണ് ഹ്യൂമാനിസ്റ്റിക് വ്യൂ പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ ആണോ അത്? യെസ് മാം, ഓക്കെ ആണ്. ഇത്രയും മതി. അപ്പം ഇത്രയും ഈ ഒരു 3 പെർസ്പെക്റ്റീവിലും പറഞ്ഞത് എന്താണ്? എങ്ങനെയാണ് മെൻ്റൽ ഡിസോർഡേഴ്സ് വരുന്നത്, എങ്ങനെയാണ്? ഓരോ പെർസ്പെക്റ്റീവിലും പലതരത്തിലാണല്ലേ പറഞ്ഞത്. ഹ്യൂമാനിസ്റ്റിക്കിൽ സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ വന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നീഡ്സും കാര്യങ്ങളും ഫീലിങ്സും ഒന്നും കിട്ടിയില്ലെങ്കിൽ സൈക്കോപാത്തോളജിയിലോട്ട് പോകും എന്ന് പറഞ്ഞു. ഇനി ബിഹേവിയറിസത്തിൽ എങ്ങനെയായിരുന്നു? ഓരോ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഫോബിയാസ് ഒക്കെ ലേൺ ചെയ്തെടുക്കുന്നതാണ്, അതിന് അതേപോലെ തന്നെ അൺലേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവർ കൊണ്ടുവന്ന വഴി അങ്ങനെയായിരുന്നു, അവർ ഈ ഒരു അപ്രോച്ചിലായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഇനി സൈക്കോളജിക്കൽ അപ്രോച്ചിൽ എന്തായിരുന്നു? 3 കാര്യങ്ങൾ പറഞ്ഞു. മെസ്മറിസം പറഞ്ഞു. മെസ്മറിസത്തിൽ പറഞ്ഞത് നമ്മുടെ ബോഡി ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വെച്ച് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും വരുത്താനും ഇല്ലാതാക്കാനും, ഒരു അസുഖത്തിനെ കൊണ്ടുവരാനും അതേപോലെ തന്നെ ഇല്ലാതാക്കാനും പറ്റുമെന്ന് മെസ്മറിസത്തിൽ പറഞ്ഞു. നാൻസി സ്കൂൾ എന്തായിരുന്നു? ഹിപ്നോട്ടിസ് ആയിരുന്നു. ഹിപ്നോട്ടിസത്തിലൂടെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും പറ്റുമെന്ന് പറഞ്ഞു. സൈക്കോ അനാലിറ്റിക് വ്യൂവിൽ എങ്ങനെയായിരുന്നു? സൈക്കോ അനാലിറ്റിക് വ്യൂവിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് ആയിരുന്നു. അതായത് കൂടുതലും തന്നെയായിരുന്നു, ഹിപ്നോട്ടിസ് ആയിരുന്നു. ഫ്രീ അസോസിയേഷൻ, ഫ്രീ ആയിട്ട് സംസാരിക്കുക, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അസുഖങ്ങൾ പറഞ്ഞ് അസുഖങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അസുഖങ്ങൾ വരുന്നത് അൺകോൺഷ്യസിലൂടെയാണ്, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതുവഴി അതിനെ കണ്ടെത്താൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പല രീതിക്ക് എങ്ങനെയൊക്കെയാണ് ഒരു സൈക്കോപാത്തോളജിയിലോട്ട് ലീഡ് ചെയ്യുന്നത് എന്നാണ് ഈ 3 പെർസ്പെക്റ്റീവും പറഞ്ഞത്. ഓക്കെ അല്ലേ ഇപ്പോൾ? ഓക്കെ മാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് നോട്ടുകൾ വായിച്ചു നോക്കുക, വീഡിയോസ് കാണുക, മുന്നേ ഉള്ള വീഡിയോസ് കാണുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. നാളത്തെ ക്ലാസ് നമുക്ക് മാറ്റാം, മോർണിംഗിലോട്ട് മാറ്റാട്ടെ. ഇനി തൊട്ടിട്ട് എക്സാം അല്ലേ കുട്ടികൾക്ക്, എക്സാം ആണ്. മോർണിംഗിലോട്ട് മാറ്റാം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, താങ്ക് യു.
ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഇന്നൊന്നുകൂടെ ക്ലാസ് ബെറ്റർ ആയിട്ട് തോന്നി, അതെ അല്ലേ? മനസ്സിലായി തുടങ്ങി. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞോളൂ ട്ടാ. കാരണം ആ ഒരു ആ, വീഡിയോ ഇന്നലെ കുറച്ചും കൂടി ഇന്നലെ കാണണം. പിന്നെ കുറച്ചൊരു തിരക്കിലായിരുന്നു, അപ്പം അതിന്റെ ഇടയിൽ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഇന്നലെ ഉണ്ടെങ്കിൽ അപ്പം ഈവനിങ്ങിൽ. തന്നെ ചോദിക്കാം. നമ്മൾ അപ്പം ക്ലിയർ ചെയ്ത് പോകും. അപ്പം എന്തേരോ ഇപ്പം പഠിച്ചില്ലെങ്കിലും കൂടി നമുക്ക് എക്സാം ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. വായിച്ചു നോക്കുമ്പോൾ ഇന്നതായിരുന്നു. അപ്പം നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ചോദിച്ചു വയ്ക്കും. ഇപ്പം കണ്ട എക്സാമ്പിളുകൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറും. അപ്പോൾ അതെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കുക. ഇനിയിപ്പോൾ പഠിക്കുമ്പോഴായാലും വീഡിയോ കാണുന്ന ടൈമിലായാലും എന്തെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നാളത്തെ താങ്ക് യു സോ ക്ലാസ് മച്ച്. ഞാൻ പറയാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആ, ഓക്കെ. ഓക്കെ മാം.